ഹായ്, ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് പാലെടുത്ത് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ഇനി തുല്യ അളവിൽ 1 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് മൈദയും എടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ പൊടിയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നെയ്യിൽ ആ പൊടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക. ശേഷം നമ്മുടെ ചൂടാക്കിയ പാലില്ലേ അതൊഴിച്ച് കുഴച്ചെടുക്കുക. 1.5 ഗ്ലാസ് പാൽ മതി കേട്ടോ, എനിക്ക് അത്രേ ആവശ്യം വേണ്ടി വന്നുള്ളൂ. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ, അത്ര ലൂസാകണ്ട, എന്നാലും കുറച്ചൊരു ടൈറ്റായ രീതിയിൽ കുഴച്ചെടുക്കുക. ഉണ്ടോ, ഇതുപോലെ കുഴച്ചെടുക്കണേ. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി അടുപ്പിൽ വയ്ക്കാം. ഇതുപോലെ ചെറിയ ഉരുളയാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കണേ. നമുക്ക് എണ്ണയിലോട്ട് ചെറിയ തീ താത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉരുളകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളകളെല്ലാം നമ്മൾ പരത്തി വെച്ചേക്കുന്ന, ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്നാ സംഭവം എന്ന്. ചെറിയൊരു ചക്കക്കുരുവിൻ്റെ ഷേപ്പില്ലേ, ചക്കക്കുരു മിഠായിയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേവിച്ചെടുക്കണം, അങ്ങനെ വെച്ച് താമസമുണ്ട് ആയി കിട്ടാൻ. എണ്ണയൊന്നും ഒട്ടും കുടിക്കുകയില്ല കേട്ടോ. ഇനി 2 അണി ശർക്കര ഞാനെടുത്ത് പൊടിച്ച് പാത്രത്തിലിട്ട് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി അന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാവേ. അതിലേക്ക് 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും പൊടിച്ച് ശർക്കര പാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാവ് ഒരു നൂൽ പരുവമാകുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള ചക്കക്കുരു മിഠായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണേ. താങ്ക് യു.